alligator. Oh, okay. Yeah, alligator. That's nice. What is this? That go up. That go up. Okay. That's Rian said it's a car parking thingy. Car parking? Oh, that's nice. That looks nice. That go up. Oh. Abhi, just move your hand. Oh, that's good. That looks good. Wow, good I job. put my hand. Good job. Mommy, see. Can I see? Can I see? Yeah. I can see. Yeah, I'll show you. I Wait. can see. Yeah, wait. Hi, hello friends. Welcome back to a new video. ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ അബിക്കുട്ടൂസേ, ഇന്ന് നമ്മുടെ എന്താ ചെയ്യാൻ പോകുന്നത്, എന്ത് റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന്? My favorite beef curry. ബീഫ് കറിയുടെ റെസിപ്പിയാണ് അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ബീഫ് കറി സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല, ബട്ട് സ്റ്റിൽ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ബീഫ് കറിയുടെ റെസിപ്പി. അതുകൊണ്ട് ഞാൻ ഒരുപാട് റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ റെസിപ്പിയാണ് ഇന്നിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ടേസ്റ്റിയും ഡെലീഷ്യസും ആയിട്ടുള്ള ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണിത്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇന്ന് ഒരു ബീഫ് കറി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ബീഫ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വളരെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബീഫ് ഇങ്ങനെ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കഴിച്ചതുപോലെ തോന്നും. കാരണം ഒരുപാട് കഷ്ണം നമ്മൾ എടുത്ത് കഴിക്കുമല്ലോ, അപ്പോൾ നമുക്ക് ഒരുപാട് കഴിച്ചതുപോലെ തോന്നും. വലിയ പീസാക്കി കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീണ്ടും കൂടുതൽ കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കൺട്രോളിന് ഹെൽപ്പ് ചെയ്യും ഇതുപോലെ ചെറിയ പീസാക്കി കഴിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മസാലയൊക്കെ നന്നായിട്ട് ബീഫിലോട്ട് പിടിക്കുന്നത് ഇതുപോലെ വളരെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുമ്പോഴാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന സവാളയാണ്. ഞാൻ ഇതുപോലെ നല്ല സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകാണ് വേണ്ടത്. പച്ചമുളക് ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി കൂടെ ക്രഷ് ചെയ്തെടുത്താണ്. ഞാൻ ചോപ്പറിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഇവിടെ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോയും കൂടെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ബീഫ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രഷർ കുക്കറിലാണ്. അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ തയ്യാറാക്കി നോക്കി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പ്രഷർ കുക്കറിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ ആണ്. ടൊമാറ്റോ നോർമലി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചതിന് ശേഷമാണ് നോർമലി നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇതിൻ്റെ ഉള്ളിയുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി ഒരുപാട് അങ്ങ് ബ്രൗൺ ഷെയ്ഡ് ആയി പോകത്തില്ല, ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളർ കിട്ടുകയും ചെയ്യും. നമ്മുടെ ടൊമാറ്റോ എല്ലാം നല്ല വെന്ത് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിയൊക്കെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും ഒരു ടിപ്പാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ബ്രൗൺ ഷെയ്ഡായി കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ്, മട്ടൺ, ചിക്കൻ ഇങ്ങനെയുള്ള കറികളൊക്കെ വെക്കുമ്പോൾ, നമ്മുടെ നാടൻ കറികളൊക്കെ വെക്കുമ്പോൾ അതിൽ എത്രത്തോളം കറിവേപ്പില നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും കറിക്ക്. നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം ഇല്ലേ, പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേക ഒരു ഫ്ലേവർ വരും നമ്മുടെ കറിക്കൊക്കെ. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരും. അപ്പം അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും മസാലയെല്ലാം. അപ്പം നമുക്ക് നമ്മുടെ ഉള്ളി എന്തായെന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നോക്കിയേ, ഒരു കരിഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു എന്താ പറയുക, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ തക്കാളിയൊക്കെ കിടന്ന് നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ കറി ലീവ്സിൻ്റെയും ഈ ഒരു ഉള്ളിയുടെയൊക്കെ ഒരു ഫൈൻ സ്മെല്ല് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അത് പച്ചമുളകിൻ്റെ എരിവൊക്കെ അനുസരിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയാണ്. ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. പറയാൻ എന്നെ വന്ന് അവൻ ഒരു വീട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ടോയ്സിൻ്റെ മറ്റേ ബ്ലോക്സ് വെച്ചിട്ട്. അപ്പോൾ അത് കാണാനായിട്ട് വന്ന് വിളിക്കുമായിരുന്നു. ഞാനപ്പോൾ ഒന്ന് പോയി കണ്ടിട്ട് വന്നു. നമ്മൾ എത്ര ബിസി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മളെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വിളിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പോകാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെ കാണാനായിട്ട് വിളിക്കും. ആ സമയത്ത് നമ്മൾ പോയി അവർക്ക് എന്തെങ്കിലും എൻകറേജിങ് ആയിട്ടുള്ള 2 വാക്ക് പറയുകയാണെങ്കിൽ തന്നെ അവർക്കത് ഭയങ്കര ഒരു എൻകറേജ്മെൻ്റ് ആയിരിക്കും. അതുപോലെ വീണ്ടും അതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പം നമ്മളവരെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്യുന്നത് കൊണ്ട് നമ്മളവരെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ നമ്മളെ വിളിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവത്തില്ല. അവരുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ആവത്തുമില്ല. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നമ്മുടെ ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം കിടന്നതിലിങ്ങനെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനൊരു ഫൈൻ സ്മെല്ല് വരുന്നുണ്ട്, നമ്മുടെ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും എല്ലാം. സോ ഇവിടെ ഞാൻ നമ്മുടെ മസാല എല്ലാം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇതിൽ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയും നമ്മുടെ ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് തിളച്ച വെള്ളം മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും പച്ചവെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരു ചൊവ വരും നമ്മുടെ കറിക്ക്. ശരിക്കും അതിൻ്റെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒരു 2 മിനിറ്റ് നമുക്കിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 1/2 കപ്പ് ആഡ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഇതിലോട്ട് ബീഫും കൂടെ ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം എത്ര വേണമെന്ന് നോക്കാം. അതിനുശേഷം കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വളരെ ചെറിയ പീസാക്കിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി ബീഫ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് ഫാറ്റ് ഉള്ള ബീഫാണ്. ഇപ്പം ബീഫിന് കുറച്ച് ഫാറ്റും കൂടെ ഉള്ളതാണ് നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട്. അല്ലാതെ ഫാറ്റ് ഇല്ലാതെയുള്ള ബീഫ് അധികം ടേസ്റ്റ് ഉണ്ടാകത്തില്ല. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്ന ഫ്രണ്ട്സ് വളരെ കുറച്ച് മാത്രം കഴിച്ചാൽ മതി. കഴിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ബീഫ് പ്രോട്ടീനാണ്. നമ്മൾ എന്താ പറയുക, പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാവുന്നതാണ്. ഒരു ഫുഡ് നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമില്ല, അൺലെസ് വി ഹാവ് എൻ അലർജി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഫുഡും കഴിക്കാം, ബട്ട് നമ്മൾ കഴിക്കുന്ന പോർഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ ബീഫെല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാലയും ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്യത്തില്ല, ജസ്റ്റ് ഈ മസാലയും ബീഫും കൂടെ ഒന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സായി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കണം. അപ്പോഴാണ് ഈ മസാലയും ബീഫ് നന്നായിട്ടൊന്ന് മസാലയൊക്കെ ബീഫിലോട്ട് ഇങ്ങനെ പിടിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുവാണ്. ഓക്കെ, ഇവിടെ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് നോക്കാം.
പിന്നെ ആവശ്യമുണ്ടോ എന്ന് നോക്കിയിട്ട് പിന്നീട് ആഡ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിപ്പോൾ ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് വെള്ളമാണ്, തിളപ്പിച്ച വെള്ളം. ഒരുപാട് നാളുകൊണ്ട് എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ബീഫിന്റെ റെസിപ്പിയൊക്കെ ചോദിക്കുന്നുണ്ട്. ബട്ട് ശരിക്കും ഞാൻ ഈ ഒരു ബീഫ്, ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീഫിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രിപ്പറേഷൻ, ബീഫ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഒന്നും അല്ല. സോ അതുകൊണ്ട് ബട്ട് ഞാൻ കുറെ റെസിപ്പീസ് ഒക്കെ ഇടയ്ക്ക് നോക്കിയായിരുന്നു ബീഫിന്റെ. ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ചത് കാരണം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി ഞാൻ ട്രൈ ചെയ്ത് നോക്കി വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി കിട്ടിയതാണ് ഇപ്പൊ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അല്ലെങ്കിലും ഞാൻ ബീഫിന്റെ ഒരു ഗ്രേറ്റ് ഫാൻ ഒന്നുമല്ല, വളരെ കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. ഞാൻ ഇതിലോട്ട് 1 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിനി ഇതിന്റെ കുക്കറിന്റെ അടപ്പ് സീൽ ചെയ്ത് 1 വിസിൽ വരെ വേവിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പൊ എനിക്ക് ഇവിടെ കാനഡയിൽ കിട്ടുന്നത് ഒട്ടും വേവില്ലാത്ത ബീഫാണ്. ബീഫ് മട്ടനൊന്നും ഒട്ടും തന്നെ വേവില്ലാത്തതാണ്. ജസ്റ്റ് 1 വിസിൽ തന്നെ വേവുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുന്ന ബീഫ് മട്ടനും ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത്. സോ നമ്മൾ ഇന്ത്യയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി വിസിൽ വരെ വേവിക്കേണ്ടി വരും, 4-5 വിസിൽ വരെ ഒക്കെ വേവിക്കേണ്ടി വരും. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ബീഫിന്റെ വേവ് അനുസരിച്ച് ചെയ്യുക. കുക്കിംഗ് ടൈമും എത്ര വിസിൽ വേറെ വേവണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. Okay, that is a nice house. And it's called a snow house, right, Leanne? No, a candy house. I don't know that. Candy house? Yeah. Okay. But the candy door. Candy door. Okay, you got this with the candy, right? Yeah, so that's our mom's house. Okay. Okay. Okay, what is here? What is in the back? That's pet's door. Oh. Wait. Okay. This is the car parking, right? Oh. No, that's a car stop. What's that, Brian? What's a car stop? That. Okay, what is that? A car stop. Okay. Nice. ഓക്കെ, അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് 1 വിസിൽ. അപ്പം ഞാനിത് ഈ ഒരു ചൂടുള്ള അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുവാണ്. അപ്പം എൻ്റെ ഇവിടെ കിട്ടുന്ന ബീഫ് വളരെ കുറച്ച് വേവുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മൾ അടുപ്പിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ അത് വെന്തങ്ങ് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിപ്പോൾ ആ ഒരു ഹീറ്റിൽ നിന്ന് മാറ്റി വേറെ ഒരു അടുപ്പിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോട്ടെ, എന്നിട്ട് ഞാൻ കുക്കർ തുറന്ന് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ കുക്കർ തുറക്കാറായി, നമുക്ക് തുറന്ന് നോക്കാം. ഇതേ നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഇതിലോട്ട് കുറച്ച് കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കണം, ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ്. അത് നമ്മുടെ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരും. അപ്പം ഞാൻ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, അത് ഇതിലോട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ. പ്രത്യേക ഒരു ടേസ്റ്റ് തരും നമ്മുടെ കറിക്ക്. നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ബീഫ് കറിയുടെ നല്ല പ്ലസന്റ് ആയിട്ടുള്ള ഒരു മണം വരുന്നുണ്ട്. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും എരിവും എല്ലാം കറക്റ്റിനുണ്ടോ എന്ന് നോക്കട്ടെ. ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. ഉപ്പിന്റെ കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇത് പീസെല്ലാം വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് കുറച്ചൊന്ന് എടുത്ത് നോക്കിയതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഭവം. എരിവ് നന്നായിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല എരിവുണ്ട്. ഇപ്പം എൻ്റെ കുട്ടികൾ അത്യാവശ്യം എരിവ് കൂട്ടും, കാരണം അവർക്ക് ഇഷ്ടമാണ്, അത്യാവശ്യം നല്ല കുറച്ച് സ്പൈസ് അവർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ട് തന്നെയാണ് വെക്കാറുള്ളത്, ഒരുപാടല്ല, എന്നാലും അത്യാവശ്യം ഒരു സ്പൈസ് ഞാൻ ചേർക്കാറുണ്ട്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് എപ്പിസോഡിൽ പുതിയ റെസിപ്പീസും പുതിയ ടോക്സും പുതിയ തോട്ട്സുമായിട്ട് ഞാൻ എത്തും. ടിൽ ദെൻ ഓൾ ഓഫ് യു ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.